ഫസ്റ്റ് പാട്ടിൽ ഇവന്റെ ലിറിക്സ് തെറ്റിയപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ സെക്കൻഡ് പാട്ട് അവൻ പറഞ്ഞു, അപ്പൊ ഞാൻ ഓൾ ദ ബെസ്റ്റ് ഒക്കെ കൊടുത്ത്, അപ്പൊ ഇവന്റെ ആ ലാസ്റ്റിൽ ആ രാമാവിലിയില്ലേ, അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഹേർട്ട് ടച്ചിങ് ആയി. ആദ്യം അത്ര ഇത് പിന്നെ എനിക്ക് എന്തോ ഒരു വിഷമം തോന്നുന്നു, നാളെ പോവല്ലേ എന്നൊക്കെ ഒരു വിഷമം എനിക്ക് തോന്നി. ആ വീഡിയോടെ കണ്ടപ്പോ മൊത്തത്തിൽ ഞാൻ ഒരു സങ്കടമായി. ഇല്ല, ഞാൻ വിചാരിച്ചിട്ടില്ല ഫിനാലെങ്കിലും എത്തുമെന്ന് വിചാരിച്ചില്ല. ഞാൻ ഇവിടെ വരെ എത്തുമെന്ന് പ്രതീക്ഷിച്ചില്ല. പിന്നെ ഫിനാലെ കയറിയപ്പോ ഭയങ്കര കരച്ചിലായിരുന്നു. എന്നാ പറ്റി? ആ സന്തോഷം കൊണ്ടുള്ള കരച്ചിലായിരുന്നോ? നിങ്ങളെ ഇടയ്ക്ക് കട്ടായ ഫ്രണ്ട്ഷിപ്പ് എന്തിനായിരുന്നു? പിണങ്ങാൻ എന്താണ് മയങ്ങാൻ എന്താണ് ചേച്ചിമാരും എല്ലാരും വന്ന് ഹായ് ഹായ് ദേവത്തേർ എന്തൊക്കെയുണ്ട് അടിപൊളി എന്നൊക്കെ പറയും. കേരേട്ടനാണല്ലോ സ്കൂളിൽ ചെന്നിട്ട് നീ കേരേട്ടനാവോ? ഇല്ല, കേരേട്ടൻ ജനപ്രിയ ഗായകൻ, ജനപ്രിയ കുരുത്തൻ കെട്ടവൻ, ജനപ്രിയ കാമുകൻ. പണ്ടായിരുന്നു അത് കാമുകൻ. ഏറ്റവും ഇഷ്ടം കാരണം എംജിങ്ങള് പൂക്കുറ്റിയാണ് ഇഷ്ടം. പൂക്കുറ്റി, പിന്നെ എംജിങ്ങളുടെ പാട്ട്. സ്കൂളിൽ ചെല്ലുമ്പോ പാത്രം കഴുകും, കഴിച്ചിട്ട് പാത്രം കഴുകും പറഞ്ഞു തരും. പിന്നെ ആദരവൊക്കെ കിട്ടി, കൊറേ ആദരവൊക്കെ കിട്ടി, പിന്നെ കൊറേ ഫ്ലെക്സ് ഒക്കെ വെച്ചില്ലായിരുന്നു. നിക്കാൻ സമയമില്ല, ഭയങ്കര ബിസിയാ. അവനില്ലാതെ ഞാനില്ല നിന്റെ കണ്ണന്റെ കാതിൽ നീ ചൊല്ലുമോ പരിഭവം പറയുമോ. ഹലോ, ഹായ്, വെൽക്കം ടു ജിഞ്ചർ മീഡിയ. നമ്മൾ ഈ പല കോമ്പറ്റീഷൻസിനും ട്രോഫി കിട്ടുമ്പോൾ അതിലും വലിയൊരു കാര്യമാണ് വിന്നിങ് ഹാർട്ട്സ് എന്ന് പറയും. അപ്പം അങ്ങനെ കുറേ ആൾക്കാരുടെ സ്നേഹം പിടിച്ചു പറ്റിക്കുന്ന 2 പേരാണ് എൻ്റെ കൂടെ ഇരിക്കുന്നത്, ഒരു മിടുക്കനും മിടുക്കി. അപ്പം നമുക്ക് അവരെ ഒന്ന് വെൽക്കം ചെയ്യാം. ദേവതീർത്ത് ആൻഡ് ആർജിതക്കുട്ടി. ഹലോ. എന്തുണ്ട് വിശേഷം? സുഖം. എന്താ ഇതിപ്പം പ്രൈസ് ഫൈനലൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ വൈറലാണല്ലോ, എന്താണ് അവസ്ഥ? നിങ്ങൾ കാണുന്നുണ്ടോ? ഞാൻ കാണുന്നുണ്ട്. ആണോ? എന്റെ ഇൻസ്റ്റാഗ്രാമില് ഇപ്പൊ 202 ഫോളോവേഴ്സ് ആയിരുന്നു, ഇപ്പൊ 3000. ആദ്യം 2000 ഉണ്ടായിരുന്നു, ഇപ്പൊ 6000 ആയി. ഓക്കെ, അപ്പൊ ഞാൻ പറയട്ടെ, നാട്ടിൽ എന്താണ് അവസ്ഥ? കോഴിക്കോടും കൊല്ലത്തും ഒക്കെ എന്താണ് അവസ്ഥ ഇപ്പം ചെല്ലുമ്പോ? ആദരവൊക്കെ കിട്ടി, കൊറേ ആദരവൊക്കെ കിട്ടി, പിന്നെ കൊറേ ഫ്ലെക്സ് ഒക്കെ വെച്ചില്ലായിരുന്നു. നിനക്കോ? നിക്കാൻ സമയമില്ല, ഭയങ്കര ബിസിയാ. എന്താ ഒരു ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആവുക. 2 പേർക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ടോ? ഭയങ്കര ഹാപ്പിയാണോ? വീട്ടിൽ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണോ? ആണോ? അപ്പൊ നിങ്ങൾ ഈ ടോപ്പ് സിംഗറിലേക്ക് പോവാൻ വേണ്ടിട്ട് ആദ്യം തീരുമാനിച്ചത് ആരാണ്? ഇതിന് മുന്നേ കുറെ പ്രാവശ്യം ഓഡിഷൻ കൊടുത്തോ? ആര് പറഞ്ഞിട്ട്? അമ്മ പറഞ്ഞിട്ടാണോ, അച്ഛൻ പറഞ്ഞിട്ടാണോ, അതോ നിങ്ങൾ പറഞ്ഞോ എനിക്ക് പോണം ടോപ്പ് സിംഗറിൽ? അമ്മൂമ്മ പറഞ്ഞിട്ടാണോ? എന്റെ വീട്ടില് അമ്മൂമ്മ എല്ലാ ദിവസവും ഒരു സീസൺ പോലും ഒഴിവാക്കാതെ പറ്റുന്ന എല്ലാ ദിവസവും ടോപ്പ് സിംഗർ കാണും. അപ്പൊ അമ്മൂമ്മ എപ്പോഴും പറയും, ആർജു നമുക്ക് ഒരു ദിവസം ഇങ്ങനെ പോയി പാടണേ. അപ്പൊ ഞാൻ 3rd സീസൺ തൊട്ട് ഓഡീഷന് വന്നു. 3rd സീസൺ തൊട്ട്? പിന്നെ 5th ഞാൻ സെലക്ട് ആയി. 5th പക്ഷെ സെലക്ട് ആയി. ഞാൻ 2nd ഓഡിഷൻ തൊട്ട് വരുന്നുണ്ട്. അമ്മൂമ്മയും മൊത്തം, അമ്മൂമ്മയും മാമനും അമ്മയും കൊറേ അമ്മൂമ്മയാ എഫേർട്ട് എടുത്തേക്കുന്നത്. 2 തൊട്ട് വരുന്നുണ്ട്, 5 കിട്ടിയത്. പക്ഷെ 5 കിട്ടി. ഇപ്പൊ എന്താ ദൈവം, ഇപ്പൊ സ്റ്റാർസ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ 2 പേരാണ് ഫിനാലെ തൂക്കിയതെന്നാ പറയണത്. തൂക്കിയതെന്ന് പറഞ്ഞാൽ മനസ്സിലായ? നിങ്ങളാണ് സ്റ്റാർസ് എന്നാ പറഞ്ഞത്. അപ്പൊ എനിക്ക് 2 പേരും കൂടെ ഒരു പാട്ട് പാടിത്തരാം ആദ്യം തന്നെ. പാട്ട് പാടിത്തരുമോ? എന്റെ എല്ലാം എല്ലാമല്ലേ, എന്റെ ചേലത്തെ ചെമ്പരുന്തല്ലേ, നിന്റെ കാലിലെ കാണാ പാദസരം ഞാനല്ലേ, നിന്റെ മാറിലെ മായാ ചന്ദന പൊട്ടെനിക്കല്ലേ, കിണുങ്ങാം കിങ്ങിണിച്ചപ്പേ, ചിരിക്കാം ചെമ്പകമുട്ടേ, പിണങ്ങാൻ എന്താണ് ഹോയ് 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 ഹോയ്, പിണങ്ങാൻ എന്താണ് മയങ്ങാൻ എന്താണ്.
അടിപൊളി. എത്രത്തിൽ നിർത്തിയാ? ഇനി എനിക്ക് വേറെ പാട്ട് പാടി തരൂ? ഇഷ്ടം പോലെ ആണ് ഇഷ്ടം പോലെ അല്ലേ? ഞാൻ ആദ്യം ചോദിക്കട്ടെ, ആർജിതക്കുട്ടി കരഞ്ഞപ്പോ എനിക്ക് എന്ത് സങ്കടം വന്നെന്നറിയോ? ഇവൻ പാട്ട് പാടി ഇഷ്ടമായിട്ടാണ്. എന്തായിരുന്നു ആ സമയത്ത് തോന്നിയത്? അത് ഫസ്റ്റ് തൊട്ടേ അവൻ പാടുന്ന ടൈമില് ഞാൻ അവിടെ പോയിരിക്കും. അതുപോലെ തന്നെ ഞാൻ പാടുന്ന ടൈമിൽ ഇവനും എന്നെ സപ്പോർട്ട് ചെയ്യാൻ വരും. അപ്പോൾ ഫിനാലേൻ്റെ അന്ന് എനിക്ക് ആ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഫസ്റ്റ് പാട്ടിൽ ഇവൻ്റെ ലിറിക്സ് തെറ്റിയപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ സെക്കൻഡ് പാട്ട് അവൻ അപ്പോൾ ഞാൻ ഓൾ ദ ബെസ്റ്റ് ഒക്കെ കൊടുത്ത് അവനെ സ്റ്റേജിലോട്ട് പറഞ്ഞിട്ട് പിന്നെ ഞാനും കയറിയിരുന്നു. അപ്പോൾ ഇവൻ്റെ ആ ലാസ്റ്റിൽ ആ രാമാവിളിയില്ലേ, അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഹേർട്ട് ടച്ചിങ് ആയി. അപ്പം സുചിത്രാൻ്റിയുടെ കയ്യിൽ മൈക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും എഴുന്നേറ്റപ്പോൾ ഞാൻ ആ മൈക്ക് എടുത്തിട്ട് സ്റ്റേജിലോട്ട് ഓടിയതാണല്ലേ? ഫ്രണ്ട്ഷിപ്പ് എന്ത് രസാ കാണാൻ വേണ്ടിട്ട്. കരയുന്ന അതാ പറഞ്ഞ, ആർജിതക്കുട്ടി കരഞ്ഞിട്ടാണോ അവിടെ എല്ലാവരും കരഞ്ഞത്? ആണോടാ? നീ ഇങ്ങനെ ഇവളെന്താ കരയുന്നേന്ന് പറഞ്ഞു നോക്കി നിൽക്കുവായിരുന്നു. എന്തായിരുന്നു നിനക്ക് തോന്നി ആർജിതക്കുട്ടി ഓടി വന്നിട്ട്? ഞാൻ ആദ്യം എനിക്ക് അത്ര ഇത് തോന്നി, പിന്നെ എനിക്ക് എന്തോ ഒരു വിഷമം തോന്നി. നാളെ പോവല്ലേ എന്നൊക്കെ ഒരു വിഷമം എനിക്ക് തോന്നി. ഞാൻ വീഡിയോടെ കണ്ടപ്പോ മൊത്തത്തിൽ ഞാൻ ഒരു സങ്കടമായി. അയ്യോ, പക്ഷെ നിങ്ങള് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. രണ്ടുപേരും വലുതായാലും ഇങ്ങനെ ഫ്രണ്ട്ഷിപ്പ് കണ്ടിന്യൂ ചെയ്യണം കേട്ടോ. അപ്പൊ ഓക്കെ ആണോ? ഓക്കെ, ഡീൽ എന്ന് പറഞ്ഞല്ലേ. ഞാനപ്പോ ചോദിക്കട്ടെ, നിങ്ങൾ ഇങ്ങനെ ഇത്ര സെറ്റ് ആവാനുള്ള കാരണം എന്താ? എല്ലാരും ഫ്രണ്ട്സ് ആവാൻ വേണ്ടി? ആദ്യം ഒന്നും അത്ര ഒരു ആദ്യം വന്നപ്പോ ഫ്രണ്ട്സ് ആയിരുന്നു, പക്ഷെ ഇത്രയില്ല. അവസാനമൊക്കെ 2-3 മാസം കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഫ്രണ്ട്സ് ആയി. അതേമാതിരി ചോദിക്കട്ടെ, ഈ ജഡ്ജസിന്റെ ഉള്ളിൽ നിങ്ങളുടെ ഫേവറേറ്റ് ആരാ? ഒരാളുടെ പേരെ പറയാനുള്ളേ, ഞാൻ നോക്കട്ടെ ആരാ പറയുന്നത്. ഏറ്റവും ഫേവറേറ്റ് ആരാ ജഡ്ജസില്? എനിക്ക് MG അങ്കിള്. എല്ലാവർക്കും MG അങ്കിളിനാണ് ഫേവറേറ്റ്. ബാക്കിയുള്ളൊരു പെണങ്ങും അത് കണ്ടു കഴിഞ്ഞിട്ട്. എനിക്ക് സെക്കൻഡ് ബിന്നി മാമിനെ. ഓക്കെ, അപ്പൊ എല്ലാരും ഇഷ്ടമാണ്. എന്നാലും ഒരു പൊടി കൂടുതൽ ഇഷ്ടം. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ സമയത്തൊക്കെ നിങ്ങൾക്ക് ഐസ്ക്രീം കഴിക്കാനും ചോക്ലേറ്റ് കഴിക്കാനും ഒക്കെ പറ്റുമായിരുന്നു ഈ പാട്ട്? ഒരു വർഷം നിങ്ങൾ ഐസ്ക്രീമും ചോക്ലേറ്റും ഒക്കെ കഴിക്കാനാണ് ഇരുന്നേ? ഇല്ല, അന്നൊരു സോണത്തിന്റെ അന്ന് MG അങ്കിൾ മേടിച്ചു തന്നായിരുന്നു എല്ലാവർക്കും അത് കാണിക്കുകയും ചെയ്തു. ഓ, അപ്പൊ നിങ്ങളുടെ പാട്ടിന്റെ രഹസ്യം ഇനി പാട്ട് പാടാൻ ആഗ്രഹിക്കണവരൊക്കെ നോക്കിക്കോണം കേട്ടോ. ഐസ്ക്രീമും ചോക്ലേറ്റും ഒക്കെ നിങ്ങൾ സാക്രിഫൈസ് ചെയ്ത്. പിന്നെ ലാസ്റ്റ് ടൈമില് ഈ എന്റെ അനിയനൊക്കെ എന്നെ കൊതിപ്പിച്ചോണ്ട് എത്ര ഐസ്ക്രീം കഴിച്ചിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ടൈം ആയ ടൈമില് കഴിക്കാതെ വലിയ ആഗ്രഹമൊന്നും തോന്നിയിട്ടില്ല. പിന്നെ ഫിനാലിയൊക്കെ കഴിഞ്ഞ് പിറ്റേന്ന് എന്റെ അമ്മയും ഇവന്റെ അമ്മയും കൂടെ ടൗണിൽ പോയി. അപ്പൊ നമ്മള് പറയാതെ തന്നെ ഒരു ഐസ്ക്രീം മേടിച്ചോണ്ടോ, അതൊക്കെ കഴിച്ച് ഞാൻ പിന്നെ അധികം ഐസ്ക്രീം എനിക്ക് അത് കഴിഞ്ഞ് മടുത്ത ഐസ്ക്രീം പിന്നെ കഴിക്കാത്തോണ്ട് തണുത്ത വെള്ളമൊക്കെ ഇഷ്ടമാണ്. സ്കൂളിൽ ചെന്നിട്ട് എന്താ ടീച്ചേഴ്സ് ഒക്കെ? ഞാൻ ഒരു ദിവസമേ പോയുള്ളൂ. ഇപ്പൊ ഇത്ര ഇപ്പൊ സ്കൂൾ തുറന്നല്ലേ ഉള്ളൂ, ഓണം ഹോളിഡേസ് കഴിഞ്ഞിട്ടല്ലേ? എന്ത് പറയുന്നു സ്കൂളിൽ എല്ലാരും? ഞാന് ആരുടെങ്കിലും എടുത്തു പോയ ഫസ്റ്റ് എന്തുവാന്നറിയാ ചോദിച്ചേക്കുന്നത്, എന്തിനാ കരഞ്ഞെന്ന്. ഞാൻ ആ വഴിക്ക് പോകത്തില്ല, ഓടിക്കളയും. എല്ലാവരും ഓർക്കുണ്ടാവും സന്തോഷം കൊണ്ടാണോ കരഞ്ഞത്, സങ്കടം കൊണ്ടാണോ കരഞ്ഞത്? അതാണ് ആന്റിയും ചോദിച്ചത്, എന്തുകൊണ്ടാ കരഞ്ഞേന്നുള്ളത്. എന്റെ ഞാൻ സ്കൂളിൽ ചെല്ലുമ്പോ പാത്രം കഴുകും, കഴിച്ചിട്ട് പാത്രം കഴുകും, പറഞ്ഞു തരും. പിന്നെ പാത്രം കഴുകാൻ മൊത്തം എല്ലാരും കൂടി അല്ല, സ്കൂളിൽ കയറി നീ പാത്രം കഴുകാറില്ല, അതാണ് ആരും വരണില്ല അല്ലേ? അല്ലല്ല, പിന്നെ എന്റെ ഫ്രണ്ട്സിനെയും കൊണ്ട് കൈ പിടിച്ചു പോകുമ്പോ അവരെ എല്ലാരും ടോപ്പ് സിംഗർ നിക്ക് ചേച്ചി എന്ന് പറഞ്ഞു. ഫാൻസ് ആണെങ്കിൽ എല്ലായിടത്ത്. എന്താ പറഞ്ഞത്? നീ പാത്രം കഴുകാൻ പോകുമ്പോ എന്തായിരുന്നു കഥയെന്ന് പറഞ്ഞു? പാത്രം കഴുകാൻ പോകുമ്പോ ചേച്ചിമാരും എല്ലാരും വന്ന് ഹായ് ദേവത്തേർ എന്തൊക്കെയുണ്ട്, അടിപൊളി എന്നൊക്കെ പറയും. എന്നിട്ട് കേരേട്ടനാണല്ലോ സ്കൂളിൽ ചെന്നിട്ട് നീ കേരേട്ടനാവോ? ഇല്ല, കേരേട്ടൻ ജനപ്രിയ ഗായകൻ, ജനപ്രിയ കുരുത്തം കെട്ടവൻ, ജനപ്രിയ പണ്ടായിരുന്നു അത് കാമുകൻ. അതിപ്പം കളഞ്ഞൂല്ലേ, കട്ട് ചെയ്ത് കളഞ്ഞു ആ പേര്. ഓക്കെ, ശരിക്കും ഏത് പേരാണ് ഇവന് മാച്ച് ആവുന്നത് അവിടുത്തെ ഇത് വെച്ചിട്ട്? നിങ്ങളുടെ ടോട്ടൽ കണ്ടസ്റ്റൻസിനെ വെച്ച് നോക്കുമ്പോ ഇവന് ഏത് പേരാ ചേരില്ല? നീ എന്താ പെണ്ണുങ്ങളെ സൂക്ഷിക്കൂന്നോ? നീ എന്താ പറഞ്ഞത്? നീ സൂക്ഷിക്കൂന്നോ? എന്താ കേരേട്ടൻ എന്ന് പറയാൻ എന്താ കാരണം? സൂക്ഷിക്കും. അതെങ്ങനെ നീ സൂക്ഷിക്കുന്നേ ഒന്ന് പറഞ്ഞത്? എങ്ങനെ ജനപ്രിയ കുരുത്തം കെട്ടവൻ ആദ്യം ജനപ്രിയ ഗായകനാന്നും പറഞ്ഞ് നടക്കുവായിരുന്നു. അത് നീ എനിക്കൊന്ന് പറഞ്ഞതാ. നീ എങ്ങനെ ഈ കേരേട്ടനായെന്നൊന്ന് പറഞ്ഞു തന്നെ. കേരേട്ടനായത് പാട്ട് പാടി പിന്നെ കേരേട്ടനായി.
അതല്ലേ ചുമ്മാ പേരിട്ടതാണോ അവര്? അല്ലല്ല അങ്ങനെ ഇട്ടല്ല. ഒരു ദിവസം ദിലീപങ്ങള് വന്നു. അപ്പൊ ഒരു ഇതിനു വേണ്ടി ജനപ്രിയ നായിക ഒരു ജനപ്രിയ ഗായകൻ അങ്ങനെ ഇരിക്കും അങ്ങനെ പറഞ്ഞു. പിന്നെ അടുത്തതിലോട്ട് പോയി ജനപ്രിയ കുർത്തം കെട്ടാൻ പ്രൊഫൈൽ ചെയ്ത് അന്നത്തോടെ ജനപ്രിയ കേരട്ട് അന്നത്തോട്ട് അവന് ജനപ്രിയ കേരട്ട്. അത് ഐറിസ് 3 ഇഡ്ഡലി ഉണ്ടായിരുന്നു. ഇവരൊരു ഹോട്ടലിൽ കയറി. ഞാൻ കണ്ടിരുന്നു സാമ്പാർ അവക്ക് 1 ഇഡ്ഡലിയെ കിട്ടിയല്ലോ. ഇവൻ പോയി 2 എടുത്ത്. ഇവൻ കുറെ ചട്നിയൊക്കെ എടുത്തൊഴിച്ചു. അപ്പം അനിയത്തിക്കുട്ടിക്ക് വിശന്നിരുന്ന ചേട്ടൻ എങ്ങനെയാ കഴിക്കുന്നതെന്ന് പറഞ്ഞിട്ട് 2ാമത്തെ അതിലിട്ടെടുത്തു. ഒന്ന് അവനിങ്ങെടുത്തു. അങ്ങനെയാണ് കേരളത്തിനായത്. അടിപൊളി. ഇതാരങ്ങ് നിറഞ്ഞു നിക്ക അവിടെ പേരുകളും ഉണ്ട് അല്ലേ. ഞാൻ നിങ്ങൾ രണ്ടുപേരും ഈ ഭയങ്കര ഫ്രണ്ട്ഷിപ്പും കാര്യമൊക്കെ പറയണില്ലേ, കേരളട്ടനുമാണ്. നിങ്ങൾക്ക് പരസ്പരം ടെൻഷൻ വരുന്ന സമയത്ത് നിങ്ങൾ എന്താ ചെയ്യുക? പാട്ടൊക്കെ പാടാൻ കയറുന്നതിന് മുന്നേ ഒരാൾക്ക് ടെൻഷൻ ഉണ്ടെങ്കിലോ നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് ഹെൽപ്പ് ചെയ്യുമോ? കുഴപ്പമില്ലടാ എന്താ ചെയ്യുക നിങ്ങൾ? അത് പോയി കരയല്ല, പോയി പുറത്തൊക്കെ പോയി നടക്കുമ്പോ ഇച്ചിരി റിലാക്സ് ആകും. നമുക്ക് ആദ്യമൊക്കെ പാടുമ്പോ ഭയങ്കര ടെൻഷൻ ഇത്രയും ഉണ്ടായിരുന്നു. പിന്നെ ടെൻഷൻ ഇല്ല. അതാ അതേമാതിരി പാട്ടല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താ? നിങ്ങൾ അവിടെ എന്തൊക്കെയാ ചെയ്യാറ്? ഒരുമിച്ചല്ലേ എപ്പോഴും? 1 വർഷമായിട്ട് ഒരുമിച്ചാണ്. അതാണ് ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് ഇത്രയും ഉള്ളത്. ഇവളെ ഇല വെറിച്ചിടും. ഇല വെറിച്ച് അത് ഇവര് 3 ഗ്യാങ്സും കൂടെ എന്നെ അറിയാം. അപ്പൊ ഞാൻ ഒരു പെണ്ണല്ലേ ഉള്ളൂ. അയ്യോ ഒരു പെണ്ണേ ഉള്ളു. ഇഷ്ടം പോലെ അവിടുത്തെ എല്ലാ പെണ്ണുങ്ങളും ഇവളുടെ കൂടെ. എന്നിട്ടാ അവരെല്ലാരും എന്റെ വരക്കെ എറിയുന്നു. അപ്പോഴേ അല്ല ഇവര് 3 എണ്ണം. രണ്ടുപേരുടെ പരാതി കേക്കട്ടെ. ഇവര് 3 എണ്ണം ഉണ്ട്. ഞാൻ ആകെ 1 എണ്ണേ ഉള്ളൂ. ബാക്കി ഫുൾ ലിറ്റിൽ ഏഞ്ചൽസാ. ഐറ്റിങ്ങൾ ഇവനെ കല്ലൊക്കെ എടുത്ത് എറിയാൻ നോക്കും. ഐറ്റിങ്ങൾ ഡേഞ്ചറാ. പിന്നെ ഐറ്റിങ്ങൾ എറിഞ്ഞിട്ട് എന്റെ തലയിലാക്കും എല്ലാം കൂടെ. അപ്പൊ ഞാൻ ഒന്നും കിട്ടാത്ത ടൈമില് അവിടെ കുറെ പുളിമരം ഉണ്ട്. അതിന് കുറെ ഇല വാരി അതിപ്പം കൊഴിയാറായി. പറിച്ച് ചമ്മന്തി അരയ്ക്കാനെടുക്കും. എന്നിട്ട് ആ പുളിയില ഞാൻ കണ്ടിക്കാൻ പോന്നിട്ടുള്ള വീട്ടിൽ വെച്ച് കൊടുക്കാൻ പോയി. എന്ന് പുളിയില പൂജിക്കാനായിട്ട് കൊടുക്കാൻ പോയി. അതെന്തിനാടാ? എന്റെ തല എപ്പോഴും ഇടാ. എന്തൊക്കെയാ ഇവിടെ നടക്കണേ? നീ ഈ കേരളത്തിനായിട്ടാണ് ഇവരൊക്കെ കല്ലെടുത്ത് വെച്ചിട്ട് എറിയാനൊക്കെ എല്ലാരും കൂടിയിട്ട് ഇതൊക്കെ കൂടി ചെയ്യാൻ നിൽക്കുന്നത്? പിള്ളേര് സീരിയസ്. ഞങ്ങളൊരു ടെന്റ് എന്തുകൂടി ഒരു ട്രീ ഹൗസ് ഉണ്ടാക്കിയിട്ടില്ലേ? ഒരു ടെന്റ് ട്രീ ഹൗസ് ഉണ്ടാക്കിയായിരുന്നു. ട്രീ ഹൗസ് ഇരുന്നപ്പോ കൊച്ചു പിള്ളേര് ഇരുത്തായിരുന്നു പറഞ്ഞിട്ട് താഴെ വീഴുമല്ലോ. എന്നിട്ട് പിള്ളേര് കയറി. പക്ഷെ മരത്തിന്റെ മുകളിൽ ഡേഞ്ചർ അല്ലേ. അപ്പൊ ഞങ്ങൾ ഇറങ്ങുന്ന പറഞ്ഞ് വിരട്ടി. അപ്പോഴത്തേക്കും ഞാൻ പിന്നെ കയറിയപ്പോഴത്തേക്ക് എന്നെ കല്ല് വാരി എറിഞ്ഞ്, ഇല വാരി എറിഞ്ഞ്, പച്ചില വാരി എറിഞ്ഞ്, അങ്ങനത്തെ കൊറേ കുരുത്തം കെട്ടവരായിരുന്നു അല്ലേ ജനപ്രിയ. ഞാൻ പിന്നെ അതാരോ വന്നപ്പോ പറഞ്ഞായിരുന്നു. ഈ പേര് ഓർമ്മയില്ല. ആരോ വന്നപ്പോ പറഞ്ഞു. ഇനി ഞാനൊരു കാര്യം കൂടി ചോദിക്കട്ടെ. ഈ MG അങ്കിളിനെ ഇഷ്ടമാന്ന് പറഞ്ഞപ്പോ ഞാൻ വിട്ടുപോയി. MG അങ്കിളിനെ നിനക്ക് ഏറ്റവും ഇഷ്ടമാകാനുള്ള കാരണം എന്താ? MG അങ്കിൾ ഐസ്ക്രീം വാങ്ങിച്ചു തന്നോണ്ടല്ലോ, വേറെ എന്തൊക്കെയാ കാരണങ്ങൾ MG അങ്കിളിനെ ഏറ്റവും ഇഷ്ടമാകാൻ കാരണം? MG അങ്കിള് പൂക്കുറ്റി. പൂക്കുറ്റിയാണോ ഇഷ്ടം? പൂക്കുറ്റി, പിന്നെ MG അങ്കിളിന്റെ പാട്ട് ഇഷ്ടം. പിന്നെ MG അങ്കിളിന്റെ പാട്ട്. പിന്നെ നമ്മളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും എല്ലാരും. ഞാൻ പാട്ട് പാടി, MG സാറ് ഞാൻ പാട്ട് പാടിത്തരുമ്പോ എന്റെ തെറ്റ് നമുക്ക് തിരുത്തി തരും. നിങ്ങളെ ഇപ്പം നമ്മൾ ഈ അവിടെ നമ്മൾ കാണുന്ന അല്ലാണ്ട് നിങ്ങളെ മാറ്റിയിരുത്തി നിങ്ങൾക്ക് പറഞ്ഞു തരുമോ? MG സാറും ചേച്ചിയും ഇവരെല്ലാരും പറഞ്ഞു തരുമോ? അതായത് കോമ്പറ്റീഷന് മുന്നേ ഒക്കെ, അതായത് ഒരു ഷെഡ്യൂൾ കഴിഞ്ഞിട്ട് നമ്മൾ പറയും അടുത്ത ഏത് പാട്ടാ നമുക്ക് നേരത്തെ തരുമല്ലോ. ഞാൻ പറയാം ആ പാട്ടാ പാടാൻ പോയെന്ന് പറയുമ്പോ ഈ പാട്ട് ഇങ്ങനെ പാടണം ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നിട്ട് വിടും. ഇതിന്റെ ഇടയ്ക്ക് ഞാൻ മിസ്സായി പോയ കാര്യമുണ്ട്. നിനക്ക് ഇത്രയും പേരുണ്ടെന്ന് പറഞ്ഞു. അർജിത കുട്ടിക്ക് എന്തെങ്കിലും പേരുണ്ടോ? അർജിത കുട്ടിക്ക്? എനിക്ക് ആദ്യം MG അങ്കിൾ ഒരു പേരിട്ട്. എന്തായിരുന്നു? കുഞ്ചി. അയ്യോ ചേരുന്ന പേരാണല്ലോ കുഞ്ചി. അതിനിടയ്ക്ക് അമ്മയോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം, പഴയ ഒരു ആക്ട്രസിന്റെ ഛായ ഉണ്ട് അർജിത കുട്ടിക്ക് എന്ന് പറഞ്ഞ് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട്. രേഖാന്റി പറഞ്ഞിട്ടുണ്ടോ? എന്നിട്ട് രണ്ടുപേരും ഭയങ്കര ക്യൂട്ട്. അതിന്റെ ഇടയ്ക്ക് ഈ നിങ്ങൾ അഭിനയത്തോട് അഭിനയാണ്. ഇനി സിനിമയിലൊക്കെ വിളിക്കോ? സിനിമയിലൊക്കെ പോകണമെന്ന് വല്ല ആഗ്രഹം ഉണ്ടോ? എനിക്കുണ്ട്. എനിക്ക് ആക്ട് ചെയ്യാനും ഇഷ്ടമാ. പിന്നെ ആ സിനിമയിൽ പാടാനും ഇഷ്ടം. അഭിനയിച്ചിട്ട് അവിടെ തന്നെ പാടുവാണല്ലേ? എനിക്ക് എല്ലാം ഇഷ്ടമാണ്. അതെ, അതെനിക്ക് കാണാനുണ്ട്. നീ ഇച്ചിരി വില്ലനാണ്, നീ എന്തും ചെയ്യൂല്ലേ. അതായത് നീ ഈ പെർഫ്യൂമിന്റെ കഥ ഇടയ്ക്കിടയ്ക്ക് അവിടെ വരുന്നുള്ളൂ. നീ അച്ഛൻ എന്തൊക്കെ കൊണ്ടുവന്നു, നീ ആർക്കൊക്കെ കൊടുത്തു? എനിക്കിപ്പോ ലിസ്റ്റ് വേണം കംപ്ലീറ്റ്. അവിടെ ആർക്കൊക്കെ നീ എന്തൊക്കെ ഗിഫ്റ്റ് കൊടുത്തു അച്ഛൻ കൊണ്ടുവന്നത്?
അച്ഛനന്ന് വന്നു. അന്ന് ആദ്യം അച്ഛൻ വന്നപ്പോ ആദ്യം എനിക്ക് ആർക്കും കൊടുക്കാനൊന്നും പറ്റിയില്ല. അത് ഞാൻ പറഞ്ഞില്ല, അധികം നമ്മള് ഫ്രണ്ട്സ്, പിന്നല്ലേ നമ്മള് ബെസ്റ്റ് ഫ്രണ്ട്സ് ഒക്കെ ആയി. അപ്പോ അമേഘ് ഉണ്ടായിരുന്നു, ധ്യാൻ ചേട്ടൻ ഉണ്ടായിരുന്നു. അമേഘിനും ധ്യാൻ ചേട്ടനും ഒരു വണ്ടിയൊക്കെ കൊടുത്തു ഞാൻ. അപ്പൊ ഇവൾക്കൊരു പെർഫ്യൂം കൊടുത്തു, അത്രേ ഉള്ളൂ. ഇവൻ വരുമ്പോ എന്തൊക്കെയാന്നറിയോ കൊണ്ടുവരാന്ന് പറഞ്ഞേ? ഒരു സിൽക്ക് ബബ്ലി, പിന്നെ വലിയ 10 പാക്കറ്റ് ഫെററോ റോച്ചർ. ഇതൊക്കെ പറഞ്ഞാൽ ലാസ്റ്റ് എനിക്ക് അല്ല, എന്നിട്ടൊക്കെ ഫെറാറോ റോഷർ ഞാൻ പിന്നെ തന്നില്ല. അത് 2 എടുത്ത് തന്നതാ. 2 5 തന്നായിരുന്നു, നീ മറന്നു. അപ്പൊ ഈ MG സാർ അവിടെ കിടന്ന് പറഞ്ഞു ഒന്നും അല്ല സത്യം അല്ലേ അർജിത കുട്ടി? ഒരു പെർഫ്യൂമിൽ ഒതുക്കി ഇവൻ കൊറേ പറഞ്ഞായിരുന്നു അതും ഇതൊക്കെ തരുമെന്നല്ലേ? എടാ ഭീകര, നീ വേറെ ആരോടൊക്കെ എന്തൊക്കെ തരൂന്ന് പറഞ്ഞിട്ടുണ്ട്? നീ സത്യം പറ. ഗൗതമി ചേച്ചി എടുത്ത്, പിന്നെ ഇടയ്ക്ക് നമ്മളൊന്ന് ഫ്രണ്ട്ഷിപ്പ് ഒന്ന് കട്ടായിരുന്നു. അപ്പൊ ഗൗതമി ചേച്ചിക്ക് നിങ്ങളെ ഇടയ്ക്ക് കട്ടായ ഫ്രണ്ട്ഷിപ്പ് എന്തിനായിരുന്നു? അതെന്തിനായിരുന്നു? അത് പുളിയിലയുടെ പേരൊക്കെ പറഞ്ഞു, പുളിയില എറിയുന്നതിന്റെ പേരിൽ വഴക്കൊന്നും അടയ്ക്കുന്ന നിർത്തിയായിരുന്നു അല്ലേ? പിന്നെ വീണ്ടും സ്റ്റാർട്ട് ചെയ്ത്. അപ്പൊ നീ എന്റെ ചേച്ചിക്ക് കൊടുക്കാന്ന് പറഞ്ഞ എന്നതായിരുന്നു? ഗൗതമി ചേച്ചിക്ക്. ഇവൾക്ക് കൊടുക്കാൻ വെച്ച സ്പ്രേ ഗൗതമി ചേച്ചിക്ക് കൊടുക്കായിരുന്നു ഞാൻ, ഫ്രണ്ട്ഷിപ്പ് കട്ടായിട്ട്. പിന്നെ വീണ്ടും ഇതായ, എന്നിട്ട് ഗൗതമി ചേച്ചി വീണ്ടും കണ്ട്. പിന്നെ നീ ഇങ്ങനെയാണ് എല്ലാവർക്കും മോഹന വാഗ്ദാനം കൊടുത്ത് കെയറേട്ടനായതാണ് നീ. ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ചോദിക്കട്ടെ, രണ്ടുപേരും കൂടി വഴക്കിന്റെ ഇടയ്ക്ക് നിങ്ങൾ രണ്ടുപേരും എന്തിനാണ് ഇപ്പൊ അറിയപ്പെടുന്നത്? ഇപ്പൊ അവിടെ ഇരുന്ന് കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാർ വിചാരിക്കണ്ടായിരിക്കും രണ്ടുപേരും വന്നിട്ട് ഒരു പാട്ട് പാടി തരാമോ എന്നുള്ളത്. ഇപ്പൊ ഒരുമിച്ച് പാടി എന്റെ അല്ല, രണ്ടുപേരും ഓരോ പാട്ട് വെച്ചിട്ട് എനിക്ക് പാടി തരുമോ? നിങ്ങളുടെ ബെസ്റ്റ് എന്ന് നിങ്ങൾക്ക് തോന്നണത് ഏതാ പാട്ട് പാടി? ഓക്കെ, ഞാനും പാടിത്തരാം. ഓക്കെ, ആദ്യം പാടിക്കോ, ആർജിത കുട്ടി പാടിക്കോ. എന്റെ തെങ്കാശി തമിഴ് പൈങ്കിളി കുറിച്ചൊല്ലുന്ന മലർത്തേൻകിളി, എന്റെ കരളിന്റെ കഥ കേൾക്കുമോ? കന്നിക്കുറി മാനമവനേകുമോ? അവനില്ലാതെ ഞാനില്ല ഇന്നെന്റെ കണ്ണന്റെ കാതിൽ നീ ചൊല്ലുമോ? പരിഭവം പറയുമോ? അടിപൊളി. ആ സ്റ്റേജ് കേട്ടതിന് ഭയങ്കര രസം. ഇങ്ങനെ നേരിട്ട് നീ ഇതിലല്ലേ ഗസ്റ്റ് അപ്പിയറൻസ് വന്നത്? ഇതിന്റെ അവസാനം എന്നാ അഭിനയ വെറുതെ ഇല്ല. അപ്പൊ ഇതൊക്കെ കണ്ട ആൾക്കാർ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും നിന്നെ കണ്ണാടിയൊക്കെ വെച്ച്. ഞാൻ സുമ്മാവാ ഡയലോഗ് പറ, ഞാൻ സുമ്മാവാന്ന്. ഞാൻ സുമ്മാവാ ഞാൻ വെറുതെ രജനീകാന്തിന്റെ ഞാനിപ്പോ തമിഴ് പറഞ്ഞ അപ്പൊ നമ്മളിത് ഇങ്ങനെ പരിപാടി എടുക്കും. നിങ്ങൾ ഇല്ലമ്മ അല്ലമ്മ എന്നല്ലേ പറയുള്ളൂ, വേറെ എന്തെങ്കിലും പറയോ തമിഴിലെ? രണ്ടുപേർക്കും അറിയാമോ തമിഴ് മൊത്തം? ഇങ്ങോട്ട് പറഞ്ഞേ നോക്കട്ടെ. കൊഞ്ചം തെരിയുമ്പോ സാത്ത് കൊത്തമ്മയോ? ആദ്യത്തെ കുട്ടിക്ക് എന്താ തമിഴ് അറിയാമോ? ഓ ரொம்ப நல்லா இருக்கு, ரொம்ப ஸ்மார்ட்டா இருக்கு, ரொம்ப சூப்பரா இருக்கு. அப்ப தமிழ் தெரியுமே? അപ്പൊ അവള് പോയി തമിഴ് സിനിമയ്ക്ക് പാട്ടും പാടി അഭിനയിച്ച്. നീ വേഗം തമിഴ് പഠിച്ചോ. ഞാൻ തമിഴ് ഹിന്ദി എന്നാ നീ ഹിന്ദി പറഞ്ഞ? നീ ഹിന്ദി പാട്ട് പാടാൻ പോവാന്നല്ലേ പറഞ്ഞ? ഹിന്ദി 2 എണ്ണം പറഞ്ഞ, 2 വാക്ക്. എന്താ പറയാ? തുമാരാ നാം ക്യാ ഹേ? മേരാ നാം ദേവതീർത്ത്. ആക്ഷൻ കാണിച്ചാൽ നീ അവിടെ പിടിച്ച് നിന്നോളും എങ്ങനെങ്കിലും പോയിട്ട്. ഓക്കെ, ഇനി അവിടെ ഉണ്ടല്ലോ നിങ്ങൾക്ക് ഫുള്ള് എന്റർടൈൻമെന്റ് എന്താണ്? ഈ പാട്ടൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ കളിക്കാൻ നേരം ഉണ്ടോ? അതോ നിങ്ങൾക്ക് എപ്പോഴും ടെൻഷനാണോ? അടുത്ത പാട്ട് പഠിക്കണം, അടുത്ത ഇതിന് കയറണം? നിങ്ങൾക്ക് വേറെ എന്തൊക്കെ പരിപാടികളുണ്ട് അവിടെ? ടോപ്പ് സിംഗറിന്റെ വിശേഷം കളിക്കുകയും ചെയ്യും, 1.5 മണിക്കൂർ കളിക്കും. അങ്ങനെ പാട്ട് പഠിച്ചാൽ തല മൊത്തത്തിൽ ഇതാവൂലെ? പക്ഷെ അങ്ങനെ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ എപ്പോഴും ടെൻഷൻ അടിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ടോപ്പ് സിംഗറിൽ? എപ്പോഴും പാട്ട് പാട്ടെന്ന് പറഞ്ഞ് തന്നെ ഇരിക്കുന്ന പാട്ട് കിട്ടുന്ന ടൈമില് ടഫ് പാട്ട് എടാ അതിന്റെ ഇടയ്ക്ക് നീ പാട്ട് പാടിയില്ലല്ലോ. പാട്ട് പാടിയ നീ ഗസ്റ്റ് അപ്പിയറൻസ് നടത്തി. ഓക്കെ, കമോൺ ദേവതി സ്റ്റാർ, ഇനി പാട്ട് പാടൂ, കമോൺ. ഹർഷബാഷ്പം തൂക്കി വർഷ പഞ്ചമി വന്നു ഇന്ദുമുഖി ഇന്ദു ചെയ്വൂ നീ
ഹർഷബാഷ്പം തൂക്കി വർഷ പഞ്ചമി വന്നു ഇന്ദുമുഖേ ഇന്നുരാവിൽ എന്തു ചെയ്വൂ നീ എന്തു ചെയ്വൂ നീ. പൊള്ളി നീ എന്താടാ ഈ എടുത്താ പോങ്ങാത്ത കടുകട്ടി പാട്ട് തന്നെ ചൂസ് ചെയ്യണം? നിനക്ക് ആരാ പാട്ടൊക്കെ സെലക്ട് ചെയ്ത് തരുന്നത്? അത് ഞാൻ തന്നെ എടുക്കുന്നത്. എനിക്ക് അതായത് ഒരു ദിവസം മധുമാസം വിരേണു ദിന്ദിമി പിന്നെ ആ പാട്ട് മധുമാസിന്റെ അടുത്ത് ഭയങ്കര റിസ്ക്, അതിപ്പോ എടുക്കരുത്, ഫിനാലേക്ക് എടുക്കാന്ന് പറഞ്ഞു. ഞാൻ എടുത്ത് പാടി. തന്നെയാണ് ഇപ്പൊ പാട്ടൊക്കെ സെലക്ട് ചെയ്യുന്നത്? അല്ല, അവര് സെലക്ട് ചെയ്ത് തരും, നമ്മള് പറഞ്ഞ നമുക്ക് ആ പാട്ട് തരും. ആർച്ചിത കുട്ടിക്കോ? എനിക്ക് ചില പാട്ടുകള് അവര് തരുന്ന പാട്ടിന് എനിക്ക് നല്ല മാർക്ക് കിട്ടാറുണ്ട്. ഞാൻ ചില പാട്ട് സെലക്ട് ചെയ്യും, അതിനൊക്കെ എനിക്ക് മാർക്ക് കുറവാണ്. അപ്പൊ പിന്നെ എന്തിനാ അവര് പറയുന്ന പാട്ടൊക്കെ പാടിയ പോലെ ഫുൾ മാർക്കും കിട്ടാൻ വേണ്ടിട്ട്? പക്ഷെ ഞാൻ ലാസ്റ്റ് ഫിനാലേക്കൊക്കെ പാടിയ പാട്ടുകളുണ്ട്, പക്ഷെ അതിന് മാർക്കൊന്നുമില്ല. പക്ഷെ എനിക്കത് മനസ്സിലാവും, അത് ഞാൻ നല്ലോണം പാടിയത്. അന്ന് ഘനശ്യാമ മോഹനകൃഷ്ണ പാടി, പക്ഷെ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നമുക്കൊരു കോൺഫിഡൻസ് തോന്നുമല്ലോ അല്ലേ? ഞാൻ ഡിവോഷണൽ റൗണ്ടില് മച്ചകത്തമ്മേ ഞാൻ ആ പാട്ട് മാറ്റിയിട്ട് പമ്പാ ഗണപതിയെ അത് ആ പാട്ട് എടുക്കാൻ നോക്കിയപ്പോ എല്ലാരും പറഞ്ഞ ആ പാട്ട് മാറ്റല്ലേ മച്ചകത്തമ്മ മാറ്റല്ലേന്ന്. ഞാൻ അവസാനം വരെ മാറ്റാൻ നോക്കി, പക്ഷെ ഞാൻ മച്ചകത്തമ്മ അവസാനം പോയി പാടി. അപ്പൊ അതിന് ഫുൾ മാർക്ക് കിട്ടി. അങ്ങനെ കുറെ നിങ്ങൾ ഇതുവരെ ചെയ്തത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പെർഫോമൻസ് ഇപ്പൊ നിങ്ങൾ പാടിയതാണോ, അതോ ഇതിലും കൂടുതൽ ഇങ്ങനെ ഉണ്ടാവുമല്ലോ ഞങ്ങൾ ചെയ്തതാണ് ഞങ്ങളുടെ ബെസ്റ്റ്? അങ്ങനെ ഒരു പാട്ടായിട്ട് പറയാൻ പറ്റുന്നില്ല, കാരണം ചില പാട്ടുകൾ രണ്ടും അടിപൊളി പാടാം, അങ്ങനെയൊന്നുമില്ല. ചില പാട്ടുകൾ ഫ്ലോപ്പ് ആവും, ചില പാട്ടുകൾ നന്നാവും. ചില പാട്ടുകൾ ഫ്ലോപ്പ് ആവും, ചില പാട്ടുകൾ നന്നാവും. ചില പാട്ടുകൾക്ക് കോൺഫിഡൻസ് ഇല്ലാതെ അത് അവിടെ തീർന്നു. അപ്പൊ ആ സമയത്ത് സങ്കടം വരും. തലേന്ന് നല്ല മാർക്ക് ഉണ്ടെങ്കിൽ പ്രശ്നമില്ല, അഡ്ജസ്റ്റ് ചെയ്യാന്നല്ലേ? മുന്നത്തെ പാട്ടിന് കുറച്ച് മാർക്ക് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. എനിക്ക് 4 വട്ടം അടുപ്പിച്ച് 100 കിട്ടിയിട്ട് അടുത്ത പ്രാവശ്യം 96 97. ഓ, ഇതുപോലെ നീ ആ ഇടയ്ക്ക് വെച്ചിട്ട് ഏതോ ഒരു പാട്ട് പാടി ഒന്ന് ഡൗൺ ആയിപ്പോയിട്ട് പിന്നെ നീ ഒന്ന് കേറി വന്നായിരുന്നല്ലോ, ഇല്ലേ? അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു, അതാണ് ഇപ്പൊ പറഞ്ഞത്. ഓക്കെ.